ക്രിക്കറ്റ് തലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. IPL ഇപ്പോൾ ഓരോ റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ റൗണ്ട് ആദ്യത്തെ മത്സരമാണിത്. അതായത് IPL 6ാമത്തെ മത്സരം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിൽ വൈകിട്ട് 7:30 ഈഡൻ ഗാർഡൻസിലാണ് ഏറ്റുമുട്ടുക. തീവാറുമെന്ന കാര്യത്തിൽ ഒരു സംശയങ്ങളും വേണ്ട. രണ്ട് ടീമും തോറ്റിട്ടാണ് വരുന്നത്. ഇപ്പൊ ഈ വീഡിയോയിൽ നമുക്കൊന്ന് പിച്ച് റിപ്പോർട്ട്, ടീം ന്യൂസ്, പ്രോബബിൾ 11 നോക്കാം. ഇപ്പൊ ടീം ന്യൂസിലേക്ക് വന്നാൽ രണ്ട് ടീമിന്റെയും ബൗളിങ്ങിന് അല്പം പ്രശ്നങ്ങളുണ്ട്. അല്പമല്ല, നല്ലോണം പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ സൺറൈസേഴ്സിനാവട്ടെ അവരുടെ പ്രധാന ബോളർ പാറ്റ് കമ്മിൻസ് ഇല്ല. അതുപോലെ അവർക്ക് ഇന്ത്യൻ പേസറായ ജയദേവ് ഉണഡ്കട്ട്, നമ്മുടെ ഹർഷൽ പട്ടേൽ, ഇങ്ങനെ സ്പിന്നറായ ഹർഷ് ദൂബെ, ഇങ്ങനെയുള്ള ബോളേഴ്സാണ് അവർക്കുള്ളത്. മറുഭാഗത്ത് SRHന്റെ അവസ്ഥ എന്താണ്? SRHനും ഏകദേശം ഇത് തന്നെയല്ല അവസ്ഥ. അവർക്കിപ്പോൾ മതീഷ പതിനാന ഇഞ്ചുറി ആയിട്ട് എപ്പം തിരിച്ചു വരുന്ന അറിയില്ല. അതേപോലെ നമ്മുടെ വൈഭവ് അറോറ, ഇങ്ങനെ ഉമ്രാൻ മാലിക്കൊക്കെയാണ് അവർക്ക് ഉള്ളത്. ഹർഷിത് റാണക്കും ആകാശ് ദീപിനും ഇഞ്ചുറിയാണ്. പിന്നെ കാർത്തിക് ത്യാഗിയും നമ്മുടെ ബ്ലെസ്സിങ് മുസറബാനിയൊക്കെയാണ് അവർക്ക് ടീമിലുള്ളത്. അപ്പോൾ രണ്ട് ടീമിൻ്റെയും ബൗളിങ് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ബാറ്റിംഗ് കരുത്തുറ്റതാണ് രണ്ട് ടീമിൻ്റെയും. ഇപ്പോൾ കാമറോൺ ഗ്രീന് കഴിഞ്ഞ കളി ബോൾ ചെയ്തിട്ടില്ല, അതൊരു തിരിച്ചടിയാണ്. ഇക്കളിയും അവർ ബോൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹത്തിന് ഇഞ്ചുറി ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പിന്നെ സുനിൽ നരേനും വരുൺ ചക്രവർത്തിയൊന്നും അത്ര മികച്ച ഫോമിലല്ല. ഇതാണ് കൊൽക്കത്തയുടെ ഭാഗത്ത്. SRH നമ്മൾ ഓൾറെഡി പറഞ്ഞു. എനിക്ക് ഇഷാൻ മല്ലിംഗിൽ ഏറെ പ്രതീക്ഷയോട് വന്ന താരമാണ്. പക്ഷെ കഴിഞ്ഞ കളി അമ്പയെ പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടു. ഈ പിച്ചിന് കണ്ടീഷൻ വെച്ചിട്ടൊരു വലിയ സ്കോർ പ്രതീക്ഷിക്കുന്ന പിച്ചാണ് ഈഡൻ ഗാർഡൻസ്. സ്മോൾ ബൗണ്ടറീസ് ആണ്, നല്ല ബാറ്റിംഗ് സർഫേസ് ആണ്. ഒരു 230-240 പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു പിച്ചാണ് ഇന്നത്തെ പിച്ച് എന്നാണ് SRHന്റെ ഹെഡ് കോച്ചായ ഡാനിയൽ വെട്ടൂർ പറഞ്ഞത്. പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു. പിച്ച് റിപ്പോർട്ടിന്റെ കാര്യത്തിലേക്കൊന്നും ഇങ്ങനെ പറഞ്ഞത്. പിന്നെ ഇപ്പോൾ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ SRH അനികേത് വർമ്മ ഇപ്പോൾ മിന്നുന്ന പ്രകടനമാണ് ഈ സീസണിൽ തുടക്കത്തിലും കഴിഞ്ഞ സീസണിലും ഉടനീളം കാഴ്ചവെച്ചത്. അദ്ദേഹം SRHന്റെ വേണ്ടിയിട്ട് കഴിഞ്ഞ സീസൺ സ്റ്റാർ ആയിരുന്നു. സ്ട്രൈക്ക് റേറ്റ് 166 അത് മാത്രമല്ല, പക്ഷെ അദ്ദേഹത്തിന് പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇപ്പോൾ സയ്യിദ് മുഷ്താഖ് അലിയിൽ അദ്ദേഹത്തിന് വലിയ രീതിയിൽ കളിക്കാൻ പറ്റില്ല. 9 കളിയിൽ 160 റൺസ് എടുത്തിട്ടുള്ളൂ. പക്ഷെ കഴിഞ്ഞ കളി അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഇപ്പോൾ അതേപോലെ ഫിന്നലന്റെ കാര്യത്തിലേക്ക് വന്ന അദ്ദേഹത്തെ ഇന്നലെ കൊൽക്കത്തയ്ക്ക് വേണ്ടിയിട്ട് മികച്ച രീതിയിൽ തുടങ്ങിയിട്ടുണ്ട്. 18 പന്തിൽ അദ്ദേഹം 39 റൺസ് അടിച്ചു. അദ്ദേഹത്തിന് ഇപ്പോൾ സിക്സിംഗ് കപ്പാസിറ്റി നമുക്ക് അറിയാമല്ലോ. നല്ല രീതിയിൽ അദ്ദേഹം സിക്സിംഗ് കപ്പാസിറ്റി ഒക്കെ ഉള്ള പ്ലെയർ ആണ്. അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് ആവട്ടെ 193 അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ്. അതും കൂടി നമ്മൾ നോക്കണം. അദ്ദേഹം ന്യൂസിലാൻഡിന് വേണ്ടിയിട്ട് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അടിയുണ്ടല്ലോ ഈ വേൾഡ് കപ്പിൽ, T20 വേൾഡ് കപ്പിൽ. അതേ സ്റ്റേഡിയത്തിൽ നിന്നാണ് ഇന്നും നടക്കുന്ന കളി, അതേ പിച്ചിലാണ് കളി നടക്കുന്നത്. പിന്നെ രഹാനെ ഇന്ന് IPL 200ാമത്തെ മത്സരം തികയ്ക്കും. 11ാമത്തെ പ്ലെയറാണ് അദ്ദേഹം. IPL ലെജൻഡാണ്. 11ാമത്തെ പ്ലെയറായിട്ടാണ് ഈ ഒരു ട്രേഡ് മാർക്ക് അച്ചീവ് ചെയ്യുന്ന 11ാമത്തെ പ്ലെയറായിട്ടാണ് രഹാനെ മാറിയിരിക്കുന്നത് ഇപ്പോൾ. പക്ഷെ അദ്ദേഹം ഉണഡ്കട്ടിനെതിരെ അദ്ദേഹത്തിന് അത്ര നല്ല ഇതല്ല. അദ്ദേഹം 4 തവണ ഉണഡ്കട്ടിന് മുന്നിൽ വീണു പോയിട്ടുണ്ട് 6 കളികളിൽ നിന്ന്. പിന്നെ ഫിന്നലന്റെ കാര്യം, അദ്ദേഹം മോസ്റ്റ് സിക്സസ് ആണ് അടിച്ച പ്ലെയറാണ്. ഈ T20 2026 T20 52 സിക്സ് അടിച്ചു. എന്നാൽ 5ാം സ്ഥാനത്തുള്ള ആരാണ്? ഇഷാൻ കിഷൻ 39 സിക്സ് അദ്ദേഹം അടിച്ചിട്ടുണ്ട്. അപ്പോൾ തീപാറും. പിന്നെ ഹെൻഡ്രിക് ക്ലാസൻ സ്പിന്നേഴ്സിന് അദ്ദേഹം നല്ല റെക്കോർഡാണ്. പ്രത്യേകിച്ച് അവരുടെ ടീമിൽ ഇപ്പോൾ സുനിൽ നരേനും വരുൺ ചക്രവർത്തി അത്ര നല്ല ഫോമിലില്ല. അപ്പോൾ ക്ലാസിന് ഇന്ന് അവരെ ട്രീറ്റ്മെന്റ് ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഒരു പ്രോബബിൾ 11ലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വരുൺ ചക്രവർത്തിനെ കളിപ്പിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അഭിഷേക് നായർ പറഞ്ഞത്. വരുൺ ചക്രവർത്തി ഫോം ഔട്ടാണ്, പക്ഷെ എന്നാലും അദ്ദേഹത്തിന് ബാക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കപ്പാസിറ്റിയും ടാലന്റും ഒക്കെ ഉള്ള ബോളറാണെന്നാണ് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അഭിഷേക് നായർ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അവരുടെ ഒരു പ്രോബബിൾ 11ലേക്ക് നമുക്ക് പോയാൽ ഫിന്നലിന് മജിൻകെ രഹാനെയും കൂടി ചേർന്ന് ഓപ്പൺ ചെയ്യും. നമ്പർ 3 കാമറോൺ ഗ്രീൻ വരും. നമ്പർ 4 ആൻഗ്രിഷ് രഘുവൻഷി. നമ്പർ 5 റിങ്കു സിംഗ്. നമ്പർ 6 രമൺദീപ് സിംഗ്. നമ്പർ 7 അനുകൂൽ റോയ്. നമ്പർ 8 സുനിൽ നരേൻ. നമ്പർ 9 വൈഭവ് അറോറ. നമ്പർ 10 വരുൺ ചക്രവർത്തി. നമ്പർ 11 ബ്ലെസ്സിങ് മുസറബാനി. ഇമ്പാക്ട് പ്ലെയറായിട്ട് കാർത്തിക് ത്യാഗി വരാനുള്ള സാധ്യത കൂടുതൽ കാണുന്നത്. SRHന്റെ കഴിഞ്ഞ മത്സരത്തിലൊക്കെ നല്ല SRH ഇപ്പോൾ കഴിഞ്ഞ കളി ബ്രൈഡൻ കാഴ്സിനെ കളിപ്പിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഹാൻഡ് ഇഞ്ചുറിയാണ്. അദ്ദേഹം ഇക്കളിയും കളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഡേവിഡ് പെയിൻ തന്നെ വരാനുള്ള സാധ്യതയാണ് കൂടുതൽ. പിന്നെ ഇഷാൻ മല്ലിംഗോ ലിയാം ലിവിങ്സ്റ്റണോ ഒരാളെ കളിപ്പിക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ അവരുടെ പ്രോബബിൾ ലൈനപ്പിലേക്ക് വന്നാൽ അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും കൂടി ഓപ്പൺ ചെയ്യും. നമ്പർ 3 ഇഷാൻ കിഷൻ കളിക്കും. നമ്പർ 4 ഹെൻഡ്രിക് ക്ലാസൻ. നമ്പർ 5 നിതീഷ് കുമാർ റെഡ്ഡി. നമ്പർ 6 അനികേത് വർമ്മ. നമ്പർ 7 സലീൽ അറോറ.
നമ്പർ 8 ഹർഷ് ദുബെ, നമ്പർ 9 ലിയാം 9 ഇഷാൻ മല്ലിംഗ് അല്ലെങ്കിൽ ലിയാം ലിവിങ്സ്റ്റൺ ആണെങ്കിൽ ഒരല്പം കൂടി മുന്നോട്ട് ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 10 ഡേവിഡ് പെയ്, നമ്പർ 11 ഹർഷൽ പട്ടേൽ ഇമ്പാക്ട് പ്ലെയറായിട്ട് ജയ് നെറ്റ്കട്ടും വരും. ഏതായാലും മികച്ചൊരു പോരാട്ടം കാണാനാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ഇപ്പോൾ ഉള്ളത്.